ആ സലീമേ, അതാ ഷബീറടാ. എടാ ഞാനോട് ചോദിച്ചില്ല, എന്നോട് മിന്നാൻ ചോദിച്ചില്ലേ, ഒരു 5000. എടാ കൊണ്ടാ, ഞാനൊരു 10-15 ദിവസം കൊണ്ട് തരാം, പെരുന്നാളെ ഞാൻ തരാം. ഇല്ലേ? ആ ശരിടാ. ശരിയാ. എന്താ എന്താ അങ്ങനെ പോകും? എന്തൊരു മൂഡ് ഓഫ് ആയി. പ്രശ്നം എന്താ? സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അറിയാലോ, പഴയ പോലെ കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല, പരിപാടികളൊക്കെ മോശമാണ്. ഇപ്പൊ റമദാനാണെങ്കിൽ പകുതിയായി, വീട്ടിലാണെങ്കിലോ വളരെ മോശമാണ് അവസ്ഥ. ഇനിയിപ്പോ കുട്ടികളെ പെരുന്നാൾ കാര്യങ്ങള് എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. പഴയ പോലത്തെ ഒരു പരിപാടി നടക്കുന്നില്ല. ടെൻഷനല്ല, അതിന് വകുപ്പുണ്ട്. എന്ത്? നമ്മളെ പ്രവാസി കൂട്ടായ്മ മദ്രസിൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ 2 ടോക്കൺ ഉണ്ട്. ഒന്ന് പെങ്ങളതാണ്. അപ്പൊ ഓള് പറഞ്ഞു ഓക്ക് വേണ്ടേതാണ്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളിയാണ്. ഞാൻ ആ ടോക്കൺ എടുത്ത് തരാം, എന്നിട്ട് നമുക്ക് 2 പോവാം. എനിക്ക് ഏതായാലും വാങ്ങണല്ലോ. എന്താ ഈ പറയണത്? എന്താ എനിക്ക് തലക്ക് വെളിവില്ല? ഞാൻ എന്താ പിന്നെ പ്രവാസികൾ കിറ്റ് കൊടുക്കണ്ട വെച്ചാൽ ഞാൻ ആ കിറ്റ് വാങ്ങി എന്റെ പെരയത്ത് ചെലവെടുത്തേ. ഞാൻ എന്താ അത്ര മോശം? എടാ ഇജ്ജ് തരണ്ടാന്ന് ഞാൻ പറഞ്ഞോ. പിന്നെ അത് ഞമ്മളെ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തന്നെ ഓല അവിടെ ഏൽപ്പിക്കുന്നത്. പക്ഷെ എനിക്കതൊന്നും വേണ്ട. ഞാൻ അത്ര തരം തന്നിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ മറ്റുള്ള കിറ്റും മറ്റുള്ള ഓശാരൊന്നും കിട്ടിയിട്ട് എനിക്ക് ചെലവേണ്ട ആവശ്യമില്ല. എനിക്ക് കൊണ്ട് പറ്റിയ കുറച്ച് പൈസ സഹായിച്ചുണ്ട്. കുറച്ച് വട്ടിക്ക് എടുത്തുണ്ടോ? അല്ല ഞാൻ അത് എങ്ങനെയും കടം വീട്ടിക്കോ. എന്താ ശബരിജി പറയുന്നത്? വട്ടിക്ക് പൈസ? എന്താ എന്റെ കഥ? ഇജ് പറയണൊക്കെ നമ്മള് കേട്ട്. ആർക്കിപ്പോ ഹലാല് കഴിച്ചിട്ട് ഹറാമും മതിരിക്കണ്ടല്ലേ? എന്താ എന്റെ പരിപാടി? ഷബീറെ, അന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, താഴ്ന്ന കജിനെക്കാട്ടിലും ഉയർന്ന കജ്ജാണ് മികച്ചത്. എല്ലാവർക്കും എപ്പോഴും ഓരോ സിറ്റുവേഷൻ ആവില്ല. ചിലപ്പോൾ നമുക്ക് നല്ല സമയമുണ്ടാവും, മോശപ്പെട്ട സമയമുണ്ടാവും. ഈ മോശപ്പെട്ട സമയത്ത് ഹറാമായ ബൈക്കൂടെ പോവാക്കാൻ വേണ്ടിയാണ് പറിച്ച് അങ്ങനത്തെ അവരെ നല്ല മാർഗം കാണിച്ചിരുന്നത്. അവിടെ പോയിട്ട് കിറ്റ് വാങ്ങിച്ച് അനക്ക് എന്താ നഷ്ടം പറ്റുന്ന ഷെബിനെ? ഇവര് പറയുന്നത് ശരിയല്ലേ? അല്ലാതെ വട്ടിക്ക് വാങ്ങും, മറ്റു തോകും, പറിച്ചു പോകും, അതൊക്കെ മോശമല്ലടാ. എന്നാലും എന്തെന്നാലും ഈ അഭിമാനം നോക്കുന്ന കുടുംബയുടെ പട്ടിണ്ടാവും. അവൻ പറഞ്ഞെടുക്കാൻ പോകാനോ? ഞാൻ അവനോട് പറഞ്ഞാണേ, ഞാൻ പോകാറിനാണ്. ഇനി ഒരു കാര്യം ചെയ്യും, ഞാനും പോരാ. ബാ, അതാ പറഞ്ഞേ, നമുക്കാണ് വാങ്ങി പോരാ. എത്ര കിറ്റ് കൂടെ ബാലൻസ് ഉണ്ട്? അതിലിപ്പോ നമ്മള് തൊണ്ടിയിൽ അംസാക്ക കൊണ്ടുപോയിട്ടില്ല. പിന്നെ കൊത്തമല്ലി ഹുസൈൻ കാക്ക, ഇവര് 2 ഇപ്പൊ ഇനി കൊണ്ടുപോകാനുള്ളത്. അപ്പൊ ബാക്കി 3 കിറ്റോ? അത് നമ്മളെ സലീമിക്കായൊക്കെ ടോക്കൺ തിരിച്ചു തന്നിക്കണ്. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാ, അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോക്കിയിട്ട് കൊടുത്തളിന്ന് പറഞ്ഞു. അതാണ് അല്ലേ? അതിലാണ് ഇപ്പൊ 3 ബാക്കി വന്നിക്കണേ. അതേതായാലും നന്നായി. കാരണം എന്താ അറിയോ, ഓല വീട്ടില് സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അർഹതപ്പെട്ടോലെ കണ്ടുപിടിച്ച് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞത്. അതൊരു നല്ല മനസ്സാണ്. അശോക്ക് എന്ന് കൊടുക്കും പോയതിട്ടൊന്ന് വൈകുന്നേരം ലോഡ് വരാണ്ട്. അപ്പൊ മറക്കരുത്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എവിടം വരെ നമ്മളെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ 90% കിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഉണ്ട്. നമുക്കൊരു കിറ്റ് എടുക്കാണ്ടാകും. എന്റെ ആർക്കാ? നമ്മളെ ഷബീറിനെ ഓന്റെ ചടങ്ങെല്ലാം ഒരു കിറ്റ് നമുക്ക് ഓന് കൊടുക്കാണ്ടാകും. കൊടുക്കാം കൊടുക്കണേ. കാരണം അങ്ങനെ പ്രശ്നങ്ങൾക്ക് കൊടുക്കണ്ടേ? നോക്കി വന്നു ഒരു കിറ്റ് മാറ്റിച്ച. ഷബീറെ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അങ്ങനത്തെ ആൾക്കാരെ സഹായിച്ചാൽ പല സംഘടനകളും ഓരോ സാധനങ്ങളും കൂടെ കൊടുത്തിരുന്നത്. ഇന്ന് എന്റെ എത്തില്ല, നാളെ പറച്ചോ എന്നെ കഴിച്ചിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സഹായിച്ചാലേ കഴിവും മനസ്സൊക്കെ തരട്ടെ. എല്ലാരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. കാൽവേ, ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. താഴെ തട്ടുന്നവർക്ക് കൂലിപ്പണിക്ക് വന്നു കൂലിട്ടവർക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കും. വലിയവരുത്താണ് അവരുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഓർക്കും പ്രശ്നമില്ല. ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ്സുകാർ, ബനപ്പോലത്തെ കുറച്ച് ആൾക്കാർ. ഓരോ കാര്യം കട്ട പോകുന്നത് ഓരോ ബുദ്ധിമുട്ടായിട്ടും പറയാനോടുക്കും പറ്റ. അത് നമ്മൾ കണ്ടറിയണമെങ്കിൽ പിന്നെ എന്താ വേണ്ട കാര്യമുള്ളത്? കണ്ടറിയണം. എന്നാ കാലേ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പിന്നെ നമ്മളെ ഈ മഹലില്, നമ്മളെ ഈ പരിസരത്ത് ജാതി മതം ഒന്നും നോക്കണ്ട. ഇതുപോലെ ഇടങ്ങോറും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് വേഗം അറിയിച്ചുകൊണ്ട് നമുക്ക് കിറ്റ് പറഞ്ഞാൽ കൊടുന്നേരം ഒരുപാട് സംഘടനകളുണ്ട്. ആയിക്കോട്ടെ. ഇതെന്താ നമ്മൾ കൊടുക്കാതെ ഞാൻ അറിയിക്കാം. മറക്കരുത് കേട്ടോ. رمضان
رمضان